പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിൽ പാറമട അപകടം. പാറമടയിലെ പാറ പൊട്ടിച്ചു മാറ്റുന്നതിനിടെ എക്സ്കവേറ്ററിന് മുകളിലേക്ക് പാറക്കഷ്ണങ്ങൾ ഇടിഞ്ഞു വീണാണ് അപകടമുണ്ടായത്. എക്സ്കവേറ്ററിനുള്ളിൽ ഡ്രൈവറും സഹായിയും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ജാർഖണ്ഡ് സ്വദേശികളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ബീഹാർ സ്വദേശി അജീറായ്, ഒറീസ സ്വദേശി മഹാദേവ് പ്രധാൻ എന്നിവരാണ് കുടുങ്ങിക്കിടക്കുന്നത്. കണ്ണൻ ദേവൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കണ്ണൻ ദേവൻ, രണ്ടുപേരും കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് അവിടേക്ക് എത്തിപ്പെടാൻ കുറച്ച് പ്രയാസമുള്ള ഒരു സ്ഥലമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനമൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? അതെ അമ്പിളി, ഇവിടേക്ക് വലിയ ക്രെയിനുകൾ എത്തിച്ച് മാത്രമേ ഇനി രക്ഷാപ്രവർത്തനം നടക്കുകയുള്ളൂ. അത്രയ്ക്ക് ഒരു പാറമട ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടേക്ക് എത്തുന്നതിലുണ്ട്. ഇവിടെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഈ ക്രെയിൻ കിടക്കുന്നത്, ഈ എസ്കലേറ്റർ കിടക്കുന്നത് പാറമടയ്ക്ക് ഒത്ത നടുവിലായാണ്. നല്ല ഉയരമുള്ള ഒരു പാറമടയാണ്. ഇതിന്റെ ഏകദേശം നടുഭാഗത്തായിട്ടാണ് ഈ എസ്കലേറ്റർ കിടക്കുന്നത്. ഏറ്റവും മുകളിൽ നിന്നും വലിയ പാറക്കഷ്ണങ്ങൾ അതിന് മുകളിലേക്ക് വീണ് ഏതാണ്ട് ഈ എക്സ്കവേറ്റർ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്. ഇതിനുള്ളിലാണ് ഈ രണ്ടുപേർ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെ പുറത്തെത്തിക്കണമെങ്കിൽ ഈ ക്രെയിൻ ഇവിടെ നിന്നും എടുക്കേണ്ടതുണ്ട്. ഈ ക്രെയിൻ എടുക്കണമെങ്കിൽ വലിയ ക്രെയിനുകൾ ഇവിടെ എത്തിക്കണം. ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സ് അടക്കം വലിയ വടങ്ങളൊക്കെ കെട്ടി രക്ഷാപ്രവർത്തനം നടത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ അതൊന്നും ഫലവത്താകുന്ന ഒരു കാര്യമല്ല. വലിയ ക്രെയിൻ ഉപയോഗിച്ച് തന്നെ ഈ പാറ ഇവിടെ നിന്നും മാറ്റേണ്ടി വരും. ഈ പാറ മാറ്റിയതിനു ശേഷമേ ഈ എക്സ്കവേറ്റർ പുറത്തെടുക്കാൻ കഴിയൂ. ഈ എക്സ്കവേറ്ററിനുള്ളിലാണ് ഇപ്പോൾ ഈ രണ്ടുപേർ കുടുങ്ങിക്കിടക്കുന്നത്. അത്തരത്തിൽ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. ഇതിൽ ബീഹാർ സ്വദേശി അജീറായി, ഒറീസ സ്വദേശി മഹാദേവ് പ്രധാൻ എന്നിവരാണ് കുടുങ്ങിക്കിടക്കുന്നത്. അതിൽ ഒരാൾ ഈ എക്സ്കവേറ്റർ ഓപ്പറേറ്ററും മറ്റൊരാൾ അതിന്റെ സഹായിയുമാണ്. ഇവിടെ ഈ പാറമടയിൽ ഉണ്ടായിരുന്നവരാണ് ഇത്തരത്തിൽ ഈ രണ്ടുപേർ ഇതിൽ ഉണ്ടായിരുന്നതായി ഫയർഫോഴ്സിനെ അടക്കം അറിയിച്ചത്. ഇത്തരത്തിൽ ഇവരെ ഇപ്പോൾ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. വലിയ ക്രെയിൻ ഇവിടേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഈ ക്രെയിൻ വന്നതിന് ശേഷം മാത്രമേ ബാക്കി രക്ഷാദൗത്യം നടക്കുകയുള്ളൂ. ഇവരെ ജീവനോട് തന്നെ പുറത്തെടുക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. പക്ഷേ ക്രെയിനിന്റെ അവസ്ഥ, ഈ എക്സ്കവേറ്ററിന്റെ അവസ്ഥ വളരെ മോശമാണ്. അതിന്റെ വലിയ പാറക്കഷ്ണങ്ങൾ അടക്കം ഇതിന്റെ മുകളിലേക്ക് വീണിട്ടുണ്ട്. ഇപ്പോഴും ചെറിയ രീതിയിൽ പാറക്കഷ്ണങ്ങൾ ഈ എക്സ്കവേറ്ററിന്റെ മുകളിലേക്ക് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് ആ ഭാഗത്ത് പൂർണ്ണമായും ഇനിയും പാറക്കഷ്ണങ്ങൾ താഴേക്ക് വീഴാനുണ്ട്. മറ്റു തരത്തിലൊന്നും അവിടേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. നടന്നെത്തുകയോ റോപ്പ് ഉപയോഗിച്ച് എത്തുകയോ ഒക്കെ ദുഷ്കരമാണ്. എന്നാലും റോപ്പ് ഉപയോഗിച്ച് അവിടേക്ക് ചെല്ലാനുള്ള ചില സാഹസിക പ്രവർത്തനങ്ങളൊക്കെ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും അടക്കം നടക്കുന്നുണ്ട് അമ്പിളി. കണ്ണൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പാറമടയിലെ പാറ പൊട്ടിച്ചു മാറ്റുന്നതിനിടെയാണ് ഈ എക്സ്കവേറ്ററിന് മുകളിലേക്ക് പാറക്കഷ്ണങ്ങൾ ഇടിഞ്ഞു വീണ് അപകടമുണ്ടായത്. ഈ എക്സ്കവേറ്റർ പൂർണ്ണമായും തകർന്ന നിലയിലാണെന്ന് പറയുന്നു. രക്ഷാപ്രവർത്തനം അതിസങ്കീർണമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ അവിടെ വലിയ ക്രെയിൻ അടക്കം എത്തിച്ചാൽ മാത്രമേ രക്ഷാപ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ കടക്കൂ എന്നുള്ളൊരു സാഹചര്യമാണോ നിലവിലുള്ളത്? ഈ പാറ പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോഴാണോ ഇത് വീണെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ പാറ നേരത്തെ പൊട്ടിച്ചു വെച്ചത് നീക്കം ചെയ്യുന്നതിനിടയിലാണോ അതോ പാറ പൊട്ടിക്കുന്നതിനിടയിലാണോ ഈ അപകടം ഉണ്ടായത് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ പാറ പൊട്ടിച്ചത് ഇവിടെ നിന്ന് മാറ്റുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് എന്നാണ്. എന്തായാലും ഈ വലിയൊരു അപകടം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇത് ഏറെ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് ഈ പാറമടയിൽ നിന്നും ഈ പാറയ്ക്കുള്ളിൽ നിന്നും ഈ രണ്ടുപേരെ പുറത്തെത്തിക്കുക എന്നത്. വലിയ പാറക്കഷ്ണങ്ങൾ അടക്കം ഇവിടെ പൊട്ടി വീണ് ചിതറിക്കിടക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. കൂടുതൽ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ഇനിയും സമയങ്ങൾ എടുത്തു മാത്രമേ ക്രെയിൻ അടക്കം ഇവിടേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ പാറ പൊടിഞ്ഞു വീഴുന്നതിന്റെ താഴെയായിട്ട് ചില ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അവരെയൊക്കെ മാറ്റുന്ന ഒരു നീക്കത്തിലാണ് ഫയർഫോഴ്സ് ഉള്ളത്. പോലെ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. കണ്ണൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിന്, അതായത് ഈ പാറ ഇടിഞ്ഞ സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് ആളുകൾക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? ഫയർഫോഴ്സ് അടക്കം ഇതിന് തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ക്രെയിനടുത്തേക്ക് ഫയർഫോഴ്സിന് അടക്കം ആർക്കും എത്തിപ്പെടാൻ കഴിയില്ല. കാരണം ഈ അവിടേക്ക് നടന്നു പോകാൻ തക്ക രീതിയിലുള്ള വഴിയൊന്നും ഇവിടെ ഇല്ല. ഈ പാറമടയിൽ തീർച്ചയായിട്ടും ഈ പാറമടയിൽ ഈ
വഴി ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആ വഴി ഉണ്ടാക്കുന്ന ആ ഭാഗത്താണ് ഇപ്പോൾ അപകടമുണ്ടായത്. ഈ തട്ടുതട്ടുകളായി തിരിച്ച് പാറ പൊട്ടിച്ചു മാറ്റി അവിടെ വഴി ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരുന്നത്. ആ ഭാഗത്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് മറ്റു രീതിയിലൊന്നും ഇവിടേക്ക് എത്താൻ കഴിയില്ല. ദൂരെ ഒരു ക്രെയിൻ എത്തിച്ച് അവിടെ നിന്നും ക്രെയിനിന്റെ റോപ്പുകളിലൂടെ മാത്രമേ അവിടേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ഈ പാറകളൊക്കെ ഇവിടുന്ന് മാറ്റാൻ കഴിയുകയുള്ളൂ. തീർത്തും നടന്നെത്തുക അസാധ്യമായ ഒരു സ്ഥലം തന്നെയാണ് അമ്പിളി ഇത്. പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിൽ പാറമടയിൽ അപകടം. പാറമടയിലെ പാറ പൊട്ടിച്ച് മാറ്റുന്നതിനിടെയാണ് എക്സ്കവേറ്ററിന് മുകളിലേക്ക് പാറക്കഷ്ണങ്ങൾ ഇടിഞ്ഞു വീണ് അപകടമുണ്ടായത്. എക്സ്കവേറ്ററിനുള്ളിൽ ഡ്രൈവറും സഹായിയും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ബീഹാർ സ്വദേശി അജയ് റായി, അതുപോലെ തന്നെ ഒറീസ സ്വദേശി മഹാദേവ് പ്രധാൻ എന്നിവരാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. രക്ഷാപ്രവർത്തനം അതിസങ്കീർണമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ക്രെയിൻ അടക്കം സ്ഥലത്തേക്ക് എത്തിച്ചാൽ മാത്രമേ രക്ഷാപ്രവർത്തനം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. എന്തായാലും രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കണ്ണൻ ദേവ്.